വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. സോ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 37 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലേ. 37 ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 38ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ആൻസർ എനി വൺ ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. അതിൽ ആദ്യത്തെ എന്താണ്, നമ്മൾ ഹൈദരാബാദിലുള്ള ഒരു ബ്ലോസം ചിൽഡ്രൻ ബുക്ക് സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് സ്റ്റോറിൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ നമ്മളുടെ കമ്പനിയിലെ സെയിൽസ് മാനേജർക്ക് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ സെക്കന്ദരാബാദിൽ പോയി അവിടുത്തെ മാർക്കറ്റ് സർവേ അടിസ്ഥാനത്തിൽ നമ്മൾ മാനേജറിനോട്, സെയിൽസ് മാനേജർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അതായത് സെക്കന്ദരാബാദിൽ നമ്മളുടെ ഈ ഒരു ബ്ലോസം ചിൽഡ്രൻ ബുക്ക് സ്റ്റോറിൻ്റെ രണ്ടാമത്തെ ഒരു ഷോറൂം സെക്കന്ദരാബാദിൽ ആ ഒരു മാർക്കറ്റ് ഏരിയയിൽ തുടങ്ങിയാൽ നന്നായിരിക്കും. കാരണം അവിടെ സെക്കന്ദരാബാദിൽ ഇപ്പോൾ പുതിയതായിട്ട് ഒരുപാട് റെസിഡൻഷ്യൽ കോളനീസും സ്കൂൾസും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പുതിയ ഷോറൂം തുടങ്ങിയാൽ നല്ല ലാഭമായിരിക്കും, നല്ല ബിസിനസ് ഉണ്ടാവും എന്നൊക്കെ കാണിച്ചുകൊണ്ട് നമ്മളുടെ സെയിൽസ് മാനേജർക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ രണ്ടാമത്തത് ഒരു ടൂർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനാണ്. മിസ്റ്റർ സമീർ, നമ്മൾ സമീറാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളെ പേര് സമീർ, നമ്മൾ റായ്പൂരിലുള്ള ഒരു കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ കമ്പനി ഡയറക്ടറാണ് മുകേഷ് ശർമ്മ. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളൊരു ടൂർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അതായത് നമ്മളുടെ കമ്പനിയുടെ മറ്റൊരു ബ്രാഞ്ച് ഓഫീസ് എവിടെ ഉണ്ട്, മറ്റൊരു ഓഫീസ് ഉണ്ട്, നാഗ്പൂരിലുണ്ട്. അപ്പോൾ അവിടെ പോയി അവിടുത്തെ ഓഫീസ് എങ്ങനെ പ്രവർത്തിക്കുന്നു, അവിടുത്തെ ഓഫീസിൽ എന്തൊക്കെ സൗകര്യങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നൊക്കെ ബേസ് ചെയ്തിട്ട് ആ ഒരു ഓഫീസിനെ പോയി വിലയിരുത്തേണ്ട അടിസ്ഥാനത്തിൽ ഒരു ടൂർ റിപ്പോർട്ട് നമ്മളുടെ കമ്പനി ഡയറക്ടറായിട്ടുള്ള മുകേഷ് ശർമ്മയ്ക്ക് എഴുതുന്ന രീതിയിൽ അല്ലെ, അങ്ങനെ ഒരു ടൂർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനാണ് അടുത്ത ചോദ്യം. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ചോദ്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ആദ്യത്തെ റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. യു ആർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഓഫ് ബ്ലോസം ചിൽഡ്രൻ ബുക്ക് സ്റ്റോഴ്സ് ഹൈദരാബാദ്, ഡെപ്യൂട്ടഡ് ടു കണ്ടക്ട് എ സർവേ ഓഫ് ദ ഷെയർ മാർക്കറ്റ് ഇൻ സെക്കന്ദരാബാദ് to open a showroom as there are new residential colonies and schools which have come up in that area. Write your report to be submitted to the sales manager stating that Secunderabad market might be a suitable market for a purpose. Give necessary reasons. Okay, സെക്കന്ദരാബാദിൽ ഒരു പുതിയ ഷോറൂം നമ്മളുടെ ബ്ലോസം ചിൽഡ്രൻ ബുക്ക് സ്റ്റോഴ്സ്, ഈ ഹൈദരാബാദിലുള്ള നമ്മളുടെ ബ്ലോസം ചിൽഡ്രൻ ബുക്ക് സ്റ്റോഴ്സിന്റെ മറ്റൊരു ഷോറൂം സെക്കന്ദരാബാദിൽ തുടങ്ങിയാൽ എത്രത്തോളം നല്ലതായിരിക്കും, അതെന്തുകൊണ്ടാണ് അല്ലെ, അതിൻ്റെ ഒരു കാരണങ്ങളും ഒക്കെ വ്യക്തമാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് അല്ലെ, അവിടെ സെക്കന്ദരാബാദിൽ ഒരു ഷോറൂം തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നൊക്കെ കാണിച്ചുകൊണ്ട് കാരണം അവിടെ ഒരു ബിസിനസ്സിന് അല്ലെ, നമ്മളുടെ ഒരു ബിസിനസ് വളരാൻ കുറച്ചും കൂടി അത് സഹായിക്കും. കാരണം അവിടെ ലോക്കലായിട്ട് ഒരുപാട് സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ട്, റെസിഡൻഷ്യൽ കോളനീസ് ഉണ്ട്. സോ നമ്മളൊരു ചിൽഡ്രൻ ബുക്ക് സ്റ്റോർ അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നന്നായിരിക്കും എന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, റിപ്പോർട്ട് ടു മാനേജർ എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുക്കുക. അതെന്നല്ല നമ്മൾ വിഷയം അവതരിപ്പിക്കുക. ഇതാണ് സബ്ജക്റ്റ്. മാർക്കറ്റ് സർവേ റിപ്പോർട്ട് ഫോർ സെക്കന്ദരാബാദ്, ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഡിയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെയിൽസ് മാനേജറിൻ്റെ ഒരു പേര് നമ്മൾ കൊടുക്കുക. ഓക്കെ, സെയിൽസ് മാനേജറിൻ്റെ പേര്. എന്നിട്ട് ഐ ആം പ്ലീസ്ഡ് ടു സബ്മിറ്റ് മൈ റിപ്പോർട്ട് ഓൺ ദി മാർക്കറ്റ് സർവേ കണ്ടക്ടഡ് ഇൻ സെക്കന്ദരാബാദ്. സെക്കന്ദരാബാദിൽ നടത്തിയിട്ടുള്ള മാർക്കറ്റ് സർവേയുടെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് ഞാൻ. ഓക്കെ, ടു അസസ് ദ ഫീസിബിലിറ്റി ഓഫ് ഓപ്പണിംഗ് എ ന്യൂ ഷോറൂം ഫോർ ബ്ലോസം ചിൽഡ്രൻ ബുക്ക് സ്റ്റോഴ്സ്. നമ്മുടെ ഹൈദരാബാദിലെ ബ്ലോസം ചിൽഡ്രൻ ബുക്ക് സ്റ്റോഴ്സിൻ്റെ ഒരു പുതിയ ഷോറൂം അവിടെ സെക്കന്ദരാബാദിൽ തുടങ്ങുന്നതിനെ കുറിച്ച് അല്ലെ, അവിടെ ഒരു മാർക്കറ്റ് സർവേ ഞാൻ അവിടെ സെക്കന്ദരാബാദിൽ പോയി അവിടുത്തെ മാർക്കറ്റ് അല്ലെ ആ ഒരു കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് അവിടെ ഒരു സർവേ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇൻട്രോ കൊടുത്തു. എന്നിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അവിടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണ്. അതായത് സെക്കന്ദരാബാദ് എന്ന് പറയുന്നത് അവിടെ ഒരുപാട് ഇപ്പോൾ ഈ അടുത്തിടെ ആയിട്ടുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ അവിടെ വളരെ നല്ല രീതിയിൽ റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഗ്രോത്ത് കാണുന്നുണ്ട്. ഒരുപാട് പുതിയ റെസിഡൻഷ്യൽ കോളനീസ് വന്നിട്ടുണ്ട്, സ്കൂൾസ് ഉണ്ട്, കോളേജസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഈ ഒരു വളർച്ച കാണിക്കുന്നത് നമ്മൾക്ക് അവിടെ ഒരു പുതിയ ഷോറൂം അല്ലെ, നമ്മളുടെ ഒരു ബിസിനസ് അവിടെ എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരമായിട്ടാണ് ഞാൻ അതിനെ ആ ഒരു ഏരിയയെ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക. പിന്നെ അടുത്തത് മാർക്കറ്റ് അനാലിസിസ്. ഇനി അവിടുത്തെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ദ ഏരിയ ഹാസ്, ആ ഒരു ഏരിയയിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഒരുപാട് ചെറിയ കുട്ടികളുണ്ട്. അപ്പോൾ അത് നല്ലൊരു ലൊക്കേഷനാണ്. കുട്ടികളുടെ ഒരു ബുക്ക് സ്റ്റോർ അവിടെ തുടങ്ങുക എന്ന് പറയുമ്പോൾ അല്ലേ, അത് നല്ലൊരു ഐഡിയ തന്നെയാണ്. കാരണം ആ ഏരിയയിലുള്ള ബാക്കി ബുക്ക് സ്റ്റോറുകളൊക്കെ കൂടുതലും ഈ അക്കാഡമിക് ബുക്കുകളും റെഫറൻസ് ബുക്കുകളൊക്കെ
നിറഞ്ഞതാണ്. അപ്പം നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു ചിൽഡ്രൻസ് ബുക്ക് സ്റ്റോർ അവിടെ വേറെ അധികം ഇല്ല. അപ്പം നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവിടെ ഒരു ചിൽഡ്രൻസ് ബുക്ക് സ്റ്റോർ തുടങ്ങുമ്പോൾ അത് തീർച്ചയായിട്ടും നല്ലൊരു മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെക്കുക. ഓക്കെ, ദ ഫുട്ഫോൾ ഇൻ ദ ഏരിയ ഈസ് ഹൈ. അതായത് അവിടുത്തെ ആ ഒരു ഫുട്പാത്ത് അല്ലെ, ആ ഒരു ഏരിയ, മാർക്കറ്റ് ഏരിയ എന്ന് പറയുന്നത് വളരെ വിശാലമാണ് അല്ലേ. അവിടെ ഒരുപാട് സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, ഷോപ്പിംഗ് സെന്റേഴ്സ് ഉണ്ട്. സോ ആ ഒരു ഏരിയയിൽ ആ ഒരു മാർക്കറ്റ് ഏരിയയിൽ നമ്മുടെ ബുക്ക് സ്റ്റോർ തുടങ്ങിയാൽ നല്ലതായിരിക്കും. അതാണ് മാർക്കറ്റ് അനാലിസിസിനെ കുറിച്ച് പറയുന്നത്. ദെൻ കോമ്പറ്റീറ്റർ അനാലിസിസ്, അതായത് നമ്മളുടെ കൂടെ മത്സരിക്കാൻ വേറെ ആളുകളൊന്നും ഇല്ല, കാരണം ആ ഒരു പരിസരത്ത് വേറെ ചിൽഡ്രൻസ് ബുക്ക് സ്റ്റോർ ഒന്നും ഇല്ല. അതാണ് പറയുന്നത്. ഓക്കെ, കോമ്പറ്റീറ്റർ അനാലിസിസ്. ഇനി നമ്മളുടെ കൂടെ മത്സരിക്കുന്ന മറ്റ് സെയിൽസ്മാൻമാരെ നോക്കുമ്പോൾ എങ്ങനെയാണ്, അവിടെ അധികം അങ്ങനെ ചിൽഡ്രൻസ് ബുക്ക് സ്റ്റോർ ഒന്നും ആ ഏരിയയിലില്ല. അതുകൊണ്ട് തന്നെ നമ്മളാണ് അവിടെ ഏറ്റവും മുന്നിലുണ്ടാവുക. അങ്ങനെ ഒരു ചിൽഡ്രൻസ് ബുക്ക് സ്റ്റോർ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി ബുക്ക് സ്റ്റോറുകളൊക്കെ കുട്ടികൾക്ക് ഓഫറിങ്ങും കാര്യങ്ങളൊക്കെ ലിമിറ്റ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതായത് അവിടെ അധികം അവസരങ്ങളും കാര്യങ്ങളും, അതായത് കുട്ടികൾക്ക് അവിടെ കൂടുതൽ അക്കാഡമിക് ആയിട്ടുള്ള ബുക്കുകൾ, റെഫറൻസ് ബുക്കുകളൊക്കെയാണ് അവിടെ ബാക്കി ബുക്ക് സ്റ്റോറുകളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരുപാട് അല്ലെ ക്ലാസിക്കൽ ആയിട്ടുള്ള ലിറ്ററേച്ചർ, കുട്ടികളുടെ സാഹിത്യം അല്ലെ, ഇങ്ങനെ ഒരു കഥാബുക്കും അല്ലെ, അങ്ങനെ ഒരു ചിൽഡ്രൻസ് ബുക്ക് സ്റ്റോർ, ഈ അക്കാഡമിക് കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു ചിൽഡ്രൻസ് ബുക്ക് സ്റ്റോർ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, അവസരം തന്നെയാണ്. അല്ല, ഒരുപാട് കുട്ടികൾ വരും, ബുക്സ് മേടിക്കും അല്ലേ. അപ്പോൾ ഒരുപാട് ബുക്സ് നമുക്ക് സെയിലായി പോകും. അപ്പോൾ നമ്മുടെ ബിസിനസ് അവിടെ ഉയരുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഓപ്പർച്യൂണിറ്റി ഫോർ us ടു എസ്റ്റാബ്ലിഷ് ourselves as a leading children's book store in that area. അപ്പോൾ ആ ഒരു സെക്കന്ദരാബാദ്, ആ ഒരു മാർക്കറ്റ് ഏരിയയിൽ തന്നെ നമ്മളുടെ ബുക്ക് സ്റ്റോർ ആയിരിക്കും അല്ലെ ഏറ്റവും ലീഡിങ് ചിൽഡ്രൻസ് ബുക്ക് സ്റ്റോർ ആയിട്ട് മാറുക. അതാണ് കോമ്പറ്റീറ്റർ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ദെൻ കൺക്ലൂഷൻ പറയാണ്. അപ്പോൾ എൻ്റെ സർവേയുടെ അടിസ്ഥാനത്തിൽ എന്താണ്, ബേസ്ഡ് ഓൺ മൈ സർവേ, ഐ ഫേംലി ബിലീവ് ദാറ്റ് സെക്കന്ദരാബാദ് പ്രസൻസ് എ ലുക്രേറ്റീവ് ഓപ്പർച്യൂണിറ്റി ഫോർ ബ്ലോസം ചിൽഡ്രൻ ബുക്ക് സ്റ്റോഴ്സ്. അപ്പോൾ ബ്ലോസം ചിൽഡ്രൻ ബുക്ക് സ്റ്റോഴ്സിന് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണ് സെക്കന്ദരാബാദ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലെ ഡെമോഗ്രാഫിക്സ്, അതുപോലെ അവിടുത്തെ ഒരു ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ, നമ്മളെ കൂടെ മത്സരിക്കാൻ വേറെ ബിസിനസ്സുകാരൊന്നും ഇല്ല എന്നുള്ളതും, അവിടുത്തെ ആ ഒരു മാർക്കറ്റ് ഏരിയയും എല്ലാം കൂടി വിലയിരുത്തുമ്പോൾ സെക്കന്ദരാബാദിൽ നമ്മളുടെ ഒരു പുതിയ ഷോറൂം തുടങ്ങാൻ തീർച്ചയായിട്ടും നല്ലതാണ്. അതാണ് ഫൈനലി കൺക്ലൂഡ് ചെയ്യുന്നത് ആ ഒരു റിപ്പോർട്ടിൽ. ദെൻ റെക്കമെൻഡേഷൻ പറയുകയാണ്, വി ഷുഡ് പ്രൊസീഡ് വിത്ത് ഓപ്പണിംഗ് എ ന്യൂ ഷോറൂം ഇൻ സെക്കന്ദരാബാദ് ഫോക്കസിംഗ് ഓൺ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷണൽ റിസോഴ്സസ്. അപ്പോൾ കുട്ടികളുടെ സാഹിത്യം, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ റിസോഴ്സസ്, ഇതൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് സെക്കന്ദരാബാദിൽ നമ്മളുടെ ഒരു പുതിയ ഷോറൂം തുടങ്ങണം എന്ന് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. വി ഷുഡ് കണ്ടക്ട് ഫർദർ റിസർച്ച് ടു ഐഡന്റിഫൈ ദ മോസ്റ്റ് സ്യൂട്ടബിൾ ലൊക്കേഷൻ വിതിൻ സെക്കന്ദരാബാദ്. നമ്മൾ ഇനിയും റിസർച്ച് നടത്തണം. അതായത് സെക്കന്ദരാബാദിൽ ഇനിയും കുറച്ചും കൂടി കൂടുതൽ ഏറ്റവും നമ്മുടെ ഒരു പുതിയ ഷോറൂം ഓപ്പൺ ചെയ്യാൻ പറ്റിയ നല്ലൊരു കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി റിസർച്ച് നടത്തേണ്ടതുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെയാണ് റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ ലാസ്റ്റ്, താങ്ക് യു ഫോർ കൺസിഡറിങ് മൈ റിപ്പോർട്ട്. ഐ ലുക്ക് ഫോർവേഡ് ടു ഡിസ്കസിങ് ദിസ് ഓപ്പർച്യൂണിറ്റി ഫർദർ എന്ന് പറഞ്ഞിട്ട് ബെസ്റ്റ് റിഗാർഡ്സ്, നമ്മളുടെ പേര്, സെയിൽസ് എക്സിക്യൂട്ടീവ്, ബ്ലോസം ചിൽഡ്രൻ ബുക്ക് സ്റ്റോഴ്സ്. ഇങ്ങനെയാണ് ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു റിപ്പോർട്ട്. ദെൻ അടുത്ത ടൂർ റിപ്പോർട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ടൂർ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുക്കുക. ദെൻ സബ്ജക്റ്റ് എന്താണ്, വിസിറ്റ് ടു നാഗ്പൂർ ഓഫീസ്, ഒബ്സർവേഷൻ ആൻഡ് റെക്കമെൻഡേഷൻ. നാഗ്പൂർ ഓഫീസിലേക്കുള്ള ഒരു വിസിറ്റ്, അവിടുത്തെ നിരീക്ഷണങ്ങളും അവിടെ എന്തൊക്കെ റെക്കമെൻഡേഷനാണ് വരുത്തേണ്ടത്, അതാണ് വിഷയം. ഓക്കെ, ഡിയർ മിസ്റ്റർ മുകേഷ് ശർമ്മ, ഡയറക്ടർ, കമ്പനി ഡയറക്ടർ ആയിട്ടുള്ള മുകേഷ് ശർമ്മയ്ക്കാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ഐ ആം pleased to submit my tour report on my recent visit to the firm's Nagpur office. അപ്പോൾ ഞാൻ നമ്മളുടെ കമ്പനിയുടെ നാഗ്പൂരിലുള്ള ഓഫീസിൽ ഈ അടുത്തിടെ വിസിറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ബേസിലുള്ള ടൂർ റിപ്പോർട്ടാണ് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വിസിറ്റിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, വാസ് ടു അസസ് ദ ഓഫീസസ് ഫങ്ഷനിങ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. അതായത് ആ ഒരു ഓഫീസിൻ്റെ പ്രവർത്തനം, അതുപോലെ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുക, അവിടെ വിലയിരുത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിസിറ്റിൻ്റെ ഉദ്ദേശ്യം. ദെൻ അവിടെ വിസിറ്റ് ചെയ്ത ആ ഒരു ഓഫീസ് വിസിറ്റ് ചെയ്തൊരു ഡേറ്റ്, ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക, ഡേറ്റ് ഓഫ് വിസിറ്റ്, അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് വിസിറ്റ്, എത്ര ദിവസം ആ ഒരു ഓഫീസ് വിസിറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുത്തു എന്നുള്ളത് ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇനി എന്തൊക്കെയാണ് അവിടുത്തെ ആ നാഗ്പൂർ ഓഫീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒബ്സർവ് ചെയ്തത്, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിരീക്ഷിച്ചത്, നിരീക്ഷണങ്ങൾ അല്ലേ, ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞു കൊടുക്കുക. The Nagpur office is well located with easy accessibility and ample parking space. അല്ലെ, പെട്ടെന്ന് ലൊക്കേഷൻ ആക്സസ് ചെയ്ത് നമുക്ക് എത്താൻ സാധിക്കും. നാഗ്പൂർ ഓഫീസ് വെൽ ലൊക്കേറ്റഡ് ആണ്, ഈസിലി ആക്സസിബിൾ ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടം പോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ആ ഒരു ഓഫീസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് മൊത്തത്തിൽ എന്താണ്, സാറ്റിസ്ഫാക്ടറി ആണ്.
വിത്ത് അഡിക്വേറ്റ് ഫേർണിച്ചർ എക്യുപ്മെൻറ്റ് ആൻഡ് അമ്യൂണിറ്റീസ്. അവിടെ ഇഷ്ടംപോലെ ഫേർണിച്ചർ ഉണ്ട്, എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അല്ലേ, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ദ സ്റ്റാഫ് ഈസ് കോർട്ടിയസ് ആൻഡ് കോപ്പറേറ്റീവ്. അവിടുത്തെ വർക്കിംഗ് സ്റ്റാഫ്സ് ഒക്കെ വളരെ കോപ്പറേറ്റീവ് ആണ്, അല്ല, നല്ല രീതിയിൽ ഒരു സഹകരണ മനോഭാവമുള്ള സ്റ്റാഫുകൾ തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവർക്ക് വർക്കിനോടൊക്കെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഉള്ളത്, ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന സ്റ്റാഫുകളാണ്. ദ ഓഫീസ് ഈസ് മെയിൻറ്റെയിനിങ് എ സാറ്റിസ്ഫാക്ടറി ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി. ഒരു സാറ്റിസ്ഫാക്ടറി അല്ലെ, നമുക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റിയാണ് അവിടെ ആ ഒരു ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവിടെ ഒരു സ്റ്റഡി ഫ്ലോ ഓഫ് വർക്കാണ്, അല്ലെ, വർക്കൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. എന്താണ് അവിടെ പോയി നിരീക്ഷിച്ച കാര്യങ്ങൾ. ദെൻ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ്. അവിടെ ആ ഒരു ഓഫീസിൽ വരുത്തേണ്ട ഇംപ്രൂവ്മെന്റ് ആയിട്ട് പറയുന്നത്, there is a need to improve the office's filing and documentation system which is currently disorganized and time consuming. ഇപ്പോൾ ആ ഒരു ഓഫീസിൽ ഒരു ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം ഒരു സംഗതി എന്നത് തോന്നിയിട്ടുള്ളത് ഏതിലാണ്? അതായത് ആ ഒരു ഓഫീസിലെ ഫയലിംഗ് ഡോക്യുമെന്റേഷൻ സിസ്റ്റം ഒക്കെ ഒരുപാട് ഡിസോർഗനൈസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതായത് അതൊന്ന് ഇംപ്രൂവ് ആവാനുണ്ട്. കാരണം അവിടുത്തെ ഫയലിംഗ് ഡോക്യുമെന്റേഷൻ സിസ്റ്റം ഒക്കെ എന്താണ്, വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്, ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ദ ഓഫീസ് കുഡ് ബെനിഫിറ്റ് ഫ്രം അഡീഷണൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ടു എൻഹാൻസ് സ്റ്റാഫ് സ്കിൽസ് ആൻഡ് നോളജ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ സ്കില്ല് നോളജ് ഒക്കെ ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ ഒരു ട്രെയിനിങ്, അഡീഷണൽ ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ ഓഫീസിൽ നടത്തണം. അപ്പോൾ ആ രീതിയിലൊക്കെ ഇത്ര ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ അതിൽ വരുത്തേണ്ടതുണ്ട്. ദർ ഇസ് എ റിക്വയർമെന്റ് ഫോർ മോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ ബിറ്റ്വീൻ ദ നാഗ്പൂർ ഓഫീസ് ആൻഡ് ദി ഹെഡ് ഓഫീസ് ഇൻ റായ്പൂർ. അപ്പോൾ അവിടെ എന്താണ് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഒരു കോർഡിനേഷൻ, അല്ലെ, കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഒരു കോർഡിനേഷനൊക്കെ ആ ഒരു നാഗ്പൂർ ഓഫീസും അതുപോലെ തന്നെ നമ്മളുടെ ഹെഡ് ഓഫീസ് റായ്പൂരിലെ ഹെഡ് ഓഫീസും തമ്മിൽ കുറച്ചും കൂടി ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സഹകരണം, ഒരു കോർഡിനേഷൻ, ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ കുറച്ചും കൂടി വരുത്താനുണ്ട്. ഓക്കെ, അപ്പം അതിന് വേണ്ട റിക്വയർമെന്റ്സ് ഒക്കെ ചെയ്യണം. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇംപ്രൂവ്മെന്റിൽ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. ദെൻ റെക്കമെൻഡേഷൻ, ഇംപ്ലിമെന്റ് എ ന്യൂ ഫയലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ സിസ്റ്റം ടു ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. ആ ഒരു എഫിഷ്യൻസി പ്രൊഡക്ടിവിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഫയലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ സിസ്റ്റം ഒക്കെ കൊണ്ടുവരണം. പിന്നെ കണ്ടക്ട് റെഗുലർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഫോർ സ്റ്റാഫ് ടു എൻഹാൻസ് ദെയർ സ്കിൽസ് ആൻഡ് നോളജ്. ഓക്കെ, ഒരു റെഗുലർ ആയിട്ടുള്ള ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ ഒരു സ്റ്റാഫിന് കൊടുക്കണം. അപ്പം അതിന് ടു എൻഹാൻസ് അവരുടെ ഒരു സ്കില്ലും നോളജും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെ, നിത്യം അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഇടയ്ക്കിടെ ട്രെയിനിങ് കൊടുക്കണം, ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യണം. ദെൻ അടുത്തൊരു റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എസ്റ്റാബ്ലിഷ് റെഗുലർ വീഡിയോ കോൺഫറൻസിങ്. ഓക്കെ, വീഡിയോ കോൺഫറൻസിങ് ഇടയ്ക്കിടെ നടത്തണം. അതുപോലെ ടെലിഫോണിക് മീറ്റിംഗ്സ് ഒക്കെ നടത്തണം. അതായത് ഈ നാഗ്പൂർ ഓഫീസും റായ്പൂരിലുള്ള ഹെഡ് ഓഫീസും തമ്മിൽ ഇടയ്ക്കിടെ ഒരു ടെലിഫോണിക് മീറ്റിംഗ്, വീഡിയോ കോൺഫറൻസിങ് ഒക്കെ കണ്ടക്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് അത്? കമ്മ്യൂണിക്കേഷനും കോർഡിനേഷനും ഒക്കെ ആ രണ്ട് ഓഫീസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ദെൻ കൺക്ലൂഷൻ, ഓവറോൾ the Nagpur office is functioning satisfactorily with a positive and productive work environment. However, there are areas for improvement that need to be addressed to enhance efficiency, productivity and communication. അപ്പം മൊത്തത്തിൽ നാഗ്പൂർ ഓഫീസ് അവിടുത്തെ ഫംഗ്ഷനിങ് ഒക്കെ തൃപ്തികരമാണെങ്കിൽ കൂടി, അതായത് അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്ക് എൻവറോൺമെന്റ് തന്നെയാണ് ഉള്ളത്, എങ്കിൽ കൂടി അവിടെ കുറച്ചും കൂടി ഒരു ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്, കുറച്ച് ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്താനുണ്ട് ചില കാര്യങ്ങളിൽ. ഓക്കെ, അപ്പോൾ അത് ഇറ്റ് നീഡ് ടു ബി അഡ്രസ്ഡ് ടു എൻഹാൻസ് എഫിഷ്യൻസി, പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ആ ഒരു എഫിഷ്യൻസി, സ്റ്റാഫുകളുടെ ഒരു പ്രൊഡക്ടിവിറ്റി, കമ്മ്യൂണിക്കേഷനൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ചില ഏരിയാസിൽ ചില ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്തേണ്ടതുണ്ട്. അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും സാറ്റിസ്ഫാക്ടറി തന്നെയാണ്. ഓക്കെ, താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് ദ നാഗ്പൂർ ഓഫീസ് ആൻഡ് സബ്മിറ്റ് ദിസ് റിപ്പോർട്ട്. അപ്പോൾ എനിക്ക് നാഗ്പൂർ ഓഫീസ് പോയി വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം തന്നതിനും ഈ ഒരു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്യാൻ ഉള്ളൊരു അവസരം തന്നതിനൊക്കെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ബെസ്റ്റ് റിഗാർഡ്സ്, അല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് അപ്പോൾ ആ നാഗ്പൂർ ഓഫീസ് വിസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനൊക്കെ ഒരു അവസരം തന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിപ്പിച്ചിട്ടുള്ളത്. ബെസ്റ്റ് റിഗാർഡ്സ്, മിസ്റ്റർ സമീർ, അസിസ്റ്റന്റ് മാനേജർ, റായ്പൂർ ഓഫീസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ടൂർ റിപ്പോർട്ട് എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ?
അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് ഒരിക്കലും നമുക്കിത് ജസ്റ്റ് ഒരു ഫോർമാറ്റ് ആ ഒരു സ്റ്റൈല് നമുക്കിത് നോക്കി നമുക്കിത് വായിച്ച് മനസ്സിലാക്കുക എന്നല്ലാണ്ട് ഇതൊന്നും കാണാപ്പാടം പഠിക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഇതേ ചോദ്യങ്ങളാവില്ല നിങ്ങൾക്ക് എക്സാമിന് വരിക. ഓക്കെ, അപ്പോൾ ഇതേ മോഡലിൽ ഇപ്പം ഇതേ രൂപത്തിൽ മറ്റെന്തെങ്കിലും ഒരു സന്ദർഭം തന്നിട്ട് അതിനനുസരിച്ച് എഴുതാൻ പറഞ്ഞാലോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു മോഡൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതാണ് നിങ്ങൾ ഇങ്ങനെ നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ടൂർ റിപ്പോർട്ട് ആണെങ്കിൽ അതിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ ഇതൊക്കെ ഒരു മോഡലിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ പരിചയിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേറെ ചോദ്യങ്ങൾ ഇപ്പോൾ ഇതേ ചോദ്യങ്ങളാവില്ല ചോദിക്കുക. ഓക്കെ, ഇതേ മോഡലിലുള്ള വേറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സുഖമാണ് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊന്ന് നോക്കി വെക്കുക. ഈ ഒരു മോഡലും കാര്യങ്ങളും ഇപ്പോൾ ലെറ്റർ ആണെങ്കിലും ഇമെയിൽ ആണെങ്കിലും അതിൻ്റെ ഒരു ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് വെക്കുക. അപ്പോൾ ടൂർ റിപ്പോർട്ട് ആണെങ്കിൽ കണ്ടില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. അങ്ങനെ ആ ഒരു ഒബ്സർവേഷന് അല്ലെ, ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്, റെക്കമെൻഡേഷൻ, കൺക്ലൂഷൻ അല്ലേ, ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുത്ത് ഇങ്ങനെ ഇന്ന കാര്യങ്ങളിൽ വേണം അല്ലേ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എഴുതാൻ എന്നുള്ളത് പഠിച്ച് വെക്കുക, മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇമെയിൽ റൈറ്റിംഗ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ 39ാമത്തെ ക്വസ്റ്റ്യൻ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ക്ലാസ്. So that's all about today's class. Thank you everyone.